എൻ്റെ പുറകിൽ കാണുന്ന ബോർഡ് കണ്ടോ? ബോറ കേവ്സ്. ജിയോഗ്രഫി പഠിപ്പിക്കുമ്പോൾ ബോറ കേവ്സും അതിനുള്ളിലെ സ്റ്റാലക്ടൈറ്റ്സും സ്റ്റാലഗ്മൈറ്റ്സും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. നമുക്കിന്ന് ബോറ കേവ്സിൻ്റെ ഉള്ളിലേക്കൊന്ന് പോകാം. വിശാഖപട്ടണത്ത് നിന്നും 90 കിലോമീറ്റർ അകലെ ഈസ്റ്റേൺ ഗാഡ്സിലെ അനന്തഗിരി ഹിൽസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലൈംസ്റ്റോൺ കേവ് ആണ് ബോറ കേവ്സ്. ആദിവാസി ഭാഷയിൽ ബോറ എന്നാൽ കേവ്, ഹോൾ എന്നൊക്കെയാണ് അർത്ഥം. ബ്രിട്ടീഷ് ജിയോളജിസ്റ്റ് ആയിരുന്ന വില്യം കിങ് 1807 ഈ ഗുഹ കണ്ടുപിടിച്ചത്. 150 ദശലക്ഷം വർഷം കൊണ്ട് രൂപപ്പെട്ടതാണ് ഈ ഗുഹ. പാലിയോലിത്തിക് ഏജിലെ ആയുധങ്ങളും ഉപകരണങ്ങളും ഈ ഗുഹയിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളതിനാൽ ഏർലി ഹ്യൂമൻ സെറ്റിൽമെന്റ്സ് ഇവിടെ ഉണ്ടായിരുന്നതായി കണക്കാക്കാം. ആ നാട്ടുകാരുടെ ഇടയിലുള്ളൊരു മിത്ത് പ്രകാരം തീറ്റ തിന്ന് നടന്നിരുന്ന ഒരു പശു ആ ഗുഹയിലേക്ക് വീണു. പശുവിനെ അന്വേഷിച്ചു പോയവർ ഗുഹയിലെ ശിവലിംഗത്തിനു മുകളിൽ പശുവിനെ കണ്ടു. ശിവന്റെ അനുഗ്രഹത്താൽ പശു രക്ഷപ്പെട്ടു എന്നൊരു കഥ. ഗോസ്ഥാനി നദി ഇതിനടിയിലൂടെ ഒഴുകുന്നുണ്ട്. ചുണ്ണാമ്പുകല്ലുകൊണ്ട് നിറഞ്ഞ ഈ കുന്നിൽ മഴവെള്ളം തുടർച്ചയായി വീണൊഴുകിയും അതുപോലെ നദിയുടെ അപരദന പ്രവർത്തനവും കൊണ്ട് ഈ കല്ലുകൾ വെള്ളത്തിൽ ലയിച്ച് ഭീമാകാരമായ ഒരു വലിയ ഗുഹ രൂപം കൊണ്ടു. ഈ ഷേപ്പ് നോക്കിക്കേ, മുകളിൽ നിന്നും താഴോട്ട് വളർന്നു നിൽക്കുന്ന പോലെയില്ലേ? ഇതാണ് സ്റ്റാലക്ടൈറ്റ്സ്. മഴവെള്ളം കാലങ്ങളോളം വീണ് ചുണ്ണാമ്പുകൽ ഒലിച്ചു പോയിട്ട് അവശേഷിച്ച ഭാഗമാണ് ഈ സ്റ്റാലക്ടൈറ്റ്സ്. അതുപോലെ ഒലിച്ചിറങ്ങുന്ന വെള്ളത്തിലെ കാൽസ്യം കാർബണേറ്റ് താഴെ പറ്റിപ്പിടിച്ച് കുറേശ്ശെ മുകളിലേക്ക് വളർന്നു വരുന്ന ഷേപ്പിന് സ്റ്റാലഗ്മൈറ്റ്സ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഇവ രണ്ടും കൂടെ കൂട്ടിമുട്ടി പില്ലറുകളും രൂപപ്പെടാറുണ്ട്. വർഷങ്ങളോളം നീണ്ടുനിന്ന ഈ ഇറോഷനും ഡെപ്പോസിഷനും കൊണ്ട് പാറകൾ പല രൂപങ്ങളായി മാറിയിരിക്കുന്നതും കാണാം. ശിവലിംഗം, പുലി, മുതലയുടെ ആകൃതി, പശുവിൻ്റെ അകിട്, മഹർഷിമാരുടെ താടി, പത്തി വിടർത്തി നിൽക്കുന്ന പാമ്പ് തുടങ്ങിയവയോടൊപ്പം നമുക്ക് സ്വന്തമായി ഓരോ രൂപങ്ങളെ ഇമാജിൻ ചെയ്ത് നോക്കുകയും ചെയ്യാം. ഗുഹയുടെ എൻട്രൻസ് മുതൽ ഉള്ളിലേക്ക് ഇറങ്ങാൻ സ്റ്റെപ്പുകളും ഹാൻഡ് റെയിൽസും ഉണ്ട്. പലയിടത്തും പാറകളെ ആകർഷകമാക്കാൻ നല്ല കളർ ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 260 അടി താഴ്ചയിലേക്ക് നമുക്ക് ഇറങ്ങാം. അതുപോലെ മുകളിലേക്ക് കുത്തനെയുള്ള സ്റ്റെപ്പ് കയറി ചെല്ലുന്നിടത്ത് ചെറിയൊരു അമ്പലവുമുണ്ട്. കൂടുതൽ ഉള്ളിലേക്ക് പോകുന്തോറും വെളിച്ചമേയില്ല. ചിലയിടത്ത് പാറയുടെ വിടവിലൂടെ നൂണ്ട് കടക്കണം. ഗുഹയുടെ മുകളിൽ ആകാശം കാണത്തക്ക വിധത്തിൽ വലിയൊരു വിടവുണ്ട്. മഴ പെയ്യുമ്പോഴെല്ലാം വെള്ളം ഉള്ളിലേക്ക് ഊർന്നിറങ്ങും. എപ്പോഴും നനഞ്ഞാണ് ഇതിനുൾവശം കിടക്കുന്നത്. ഉള്ളിലേക്ക് പോകും തോറും അല്പം ഭയമൊക്കെ തോന്നും കേട്ടോ. തലയുടെ മുകളിൽ തൂങ്ങി നിൽക്കുന്ന പാറക്കൂട്ടങ്ങളും വവ്വാലുകളുടെ നിർത്താതെയുള്ള കരച്ചിലും കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത പേടി തോന്നും. ഇതെങ്ങാനും താഴോട്ട് വീഴുമോ എന്ന്. പക്ഷെ വീഴില്ല കേട്ടോ, അത്രയ്ക്കും സ്ട്രോങ് ആണ്. എത്ര കഠിനമായ വേനൽക്കാലമാണെങ്കിലും ഗുഹയുടെ ഉള്ളിൽ നല്ല തണുപ്പാണ്. അങ്ങനെ വളരെ നാളുകളായി കാണാൻ കൊതിച്ചിരുന്ന ബോറ കേവ്സ് ട്രെയിൻ ടൂർ പോയത് കാരണം കാണാൻ സാധിച്ചു. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തല്ലോ അല്ലേ? താങ്ക് യു.